അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പൂജ ഗെത്കറെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നമ്മുടെ മുന്നിൽ ഈ ഒരു നീക്കത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. KC ഉണ്ണികൃഷ്ണൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തി ആണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? MS വ്യാജ സർട്ടിഫിക്കറ്റ്, അതായത് IAS ലഭിക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന കണ്ടെത്തിയതിനെ തുടർന്നാണ് പൂജ ഗെത്കറിനെതിരെ ഇപ്പോൾ ഒരു കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നത്. IAS റദ്ദാക്കിയിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പൂജ ഗെത്കറെ പുറത്താക്കിയിരിക്കുന്നതാണ്. ഇനി ഒരു പരീക്ഷയും എഴുതാൻ കഴിയില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് UPSC അവരുടെ ഈ IAS റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സെലക്ഷൻ UPSC റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ പൂജ ഗെത്കറെ സംബന്ധിച്ച് പൂനെയിൽ സബ് കളക്ടറായിരുന്ന സമയത്ത് നടത്തിയ അധികാര ദുർവിനിയോഗം അത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. തുടർന്നാണ് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു സംശയം തോന്നുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിൽ വലിയൊരു ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും OBC നോൺ ക്രീമി ലെയർ അതോടൊപ്പം തന്നെ ഭിന്നശേഷി രേഖകൾ എന്നിവയിൽ കൃത്രിമം കാട്ടിയതായി എന്നാണ് ഇപ്പോൾ അതിൽ രണ്ട് സർട്ടിഫിക്കറ്റിലും കൃത്രിമം കാട്ടിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. ഈ പ്രൊബേഷൻ ഓഫീസറായ പൂജയെ തുടർന്നാണ് സർക്കാർ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും UPSC പരീക്ഷയിൽ 841 റാങ്ക് നേടിയ പൂജ ഗെത്കർ 2023 IAS ബാച്ച് ഓഫീസറാണ്. ഈ പൂജ ഗെത്കറുടെ ഈ സർട്ടിഫിക്കറ്റ് കൃത്രിമം അത് കണ്ടെത്താനായി 2009 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലെ IAS സെലക്ഷന്റെ ഉദ്യോഗാർത്ഥികളുടെ അടക്കം വലിയൊരു പരിശോധന അടക്കം നടത്തി തുടർന്നാണ് ഈ രീതിയിൽ ഒരു നടപടിയിലേക്ക് എത്തിയതെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ പൂജ ഗെത്കർ സബ് കളക്ടറായിരുന്ന സമയത്ത് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. VIP നമ്പർ പ്ലേറ്റ് വേണം, അതോടൊപ്പം തന്നെ താമസ സൗകര്യം, മതിയായ ജീവനക്കാരുള്ള ഓഫീസ്, ഔദ്യോഗിക ചേംബർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേണമെന്ന ഒരു ആവശ്യം അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നൊരു ഘട്ടം വന്നിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഈ സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് വെച്ച് പോകുന്നൊരു സാഹചര്യം, ചുവന്ന അല്ലെങ്കിൽ നീല ബീക്കൺ ലൈറ്റ് വെച്ച് പോകുന്നൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ VIP നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്നു, മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പേര് ആ കാറിൽ ബോർഡായി തൂക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു അധികാര ദുർവിനിയോഗത്തിൻ്റെ കാര്യങ്ങളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയത്. എന്തായാലും പൂജ ഗെത്കറെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പൂജ ഗെത്കറുടെ IAS റദ്ദാക്കിയിരിക്കുകയാണ്. MS ശരി, എന്തായാലും വ്യാജ മാർഗങ്ങളിലൂടെ, കൃത്രിമ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്തിപ്പെടാമെന്ന് ആരെങ്കിലും മോഹിക്കുകയോ വ്യാമോഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിയില്ല എന്നുള്ള ഉത്തമമായ പാഠമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൂജ ഗെത്കറിനെ പുറത്താക്കിയിരിക്കുന്നു.